എഡ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ വലിപ്പം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ വലിപ്പം 182 മീറ്റർ. 182 മീറ്ററാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ വലിപ്പം. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദ്. ഹോക്കി താരമായ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി. മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി. നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി കുമാരഗുപ്തൻ. കുമാരഗുപ്തനാണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി. ഞള്ളാനി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞള്ളാനി ഏത് വിളയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏലം. ഏലത്തിൻ്റെ ഒരു ഇനമാണ് ഞള്ളാനി. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റി തപസ് മജുംദാർ കമ്മിറ്റി. തപസ് മജുംദാർ കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റി. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി പുനം കൃഷി. പുനം കൃഷിയാണ് മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി. ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ്. പ്ലേഗ് പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകൻ. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകൻ കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ളയാണ് കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകൻ. റിഹണ്ട് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? റിഹണ്ട് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് റിഹണ്ട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? കർണാടക. കർണാടക സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം ഓസിലോസ്കോപ്പ്. ഓസിലോസ്കോപ്പാണ് ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം ത്രിപുര. ത്രിപുരയിലാണ് നീർമഹൽ ജല ഉത്സവം നടക്കുന്നത്. ജീവകം കെയുടെ രാസനാമം. ജീവകം കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ എന്നതാണ് ജീവകം കെയുടെ രാസനാമം. റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം. റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം ഐസോപ്രിൻ.
ഐസോപ്രിനാണ് റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം. ISRO ചെയർമാനായ ആദ്യ മലയാളി. ISRO ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. MGK മേനോനാണ് ISRO ചെയർമാനായ ആദ്യ മലയാളി. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്? വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സെക്രട്ടറി. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സെക്രട്ടറി ആണ്. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം അമോണിയ. അമോണിയ വാതകമാണ് ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു ഫോസ്ജീൻ. ഫോസ്ജീനാണ് ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു. ഇന്ത്യയിൽ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമം. ഇന്ത്യയിൽ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ഇന്ത്യയിൽ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം മിതവാദികൾ. മിതവാദികളാണ് രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം. പ്ലേയിങ് ടു വിൻ ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയാണ്? പ്ലേയിങ് ടു വിൻ എന്നത് ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയാണ്? സൈന നെഹ്വാൾ. സൈന നെഹ്വാളിൻ്റെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ടു വിൻ. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത ടിംബർ. ടിംബറാണ് വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ ആസ്റ്ററ്റിൻ. ആസ്റ്ററ്റിനാണ് റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ. ദ സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ എന്നത് ആരുടെ ആത്മകഥയാണ്? ദ സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ എന്നത് ആരുടെ ആത്മകഥയാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ ആത്മകഥയാണ് ദ സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ എന്നത്. ലോക മാനസികാരോഗ്യ ദിനം. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യ ഇന്ത്യൻ വനിത. ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യ ഇന്ത്യൻ വനിത വയലറ്റ് ആൽവ. വയലറ്റ് ആൽവയാണ് ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യ ഇന്ത്യൻ വനിത. വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. കഥകളിയുമായിട്ടാണ് വെട്ടത്തു സമ്പ്രദായം ബന്ധപ്പെട്ടിരിക്കുന്നത്. ബ്ലൂടൂത്ത് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ്. ബ്ലൂടൂത്ത് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് ജാപ്പ് ഹാർട്ട്സൺ. ജാപ്പ് ഹാർട്ട്സൺ ആണ് ബ്ലൂടൂത്ത് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ്. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ലെൻഡിക്കുലർ മേഘങ്ങൾ. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ലെൻഡിക്കുലർ മേഘങ്ങളാണ്. 1908 കോഴിക്കോട്ട് രൂപം കൊണ്ട മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? 1908 കോഴിക്കോട് രൂപം കൊണ്ട മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സി കുഞ്ഞിരാമമേനോൻ. സി കുഞ്ഞിരാമമേനോനായിരുന്നു 1908
കോഴിക്കോട്ട് രൂപം കൊണ്ട മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ? വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം വോയേജ് ഡാറ്റ റെക്കോർഡർ, VDR. വോയേജ് ഡാറ്റ റെക്കോർഡറാണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അന്ധൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അന്ധനായിട്ടുള്ള വ്യക്തി എറിക് വാൻ മേയർ. എറിക് വാൻ മേയർ ആണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അന്ധനായ വ്യക്തി. ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന? ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന എന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന. മഠത്തിലപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? മഠത്തിലപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? കയ്യൂർ സമരം. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടാണ് മഠത്തിലപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത്. കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേര്. കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേര് ഗുരുവായൂരപ്പൻ കോളേജ്. കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേര് ഗുരുവായൂരപ്പൻ കോളേജ് എന്നതാണ്. സൂര്യൻ്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണം. സൂര്യൻ്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണം സെക്സ്റ്റന്റ്. സെക്സ്റ്റന്റ് എന്ന ഉപകരണമാണ് സൂര്യൻ്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണം. ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യ ഉൽപ്പന്നം. ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യ ഉൽപ്പന്നം ച്യൂയിംഗം. ച്യൂയിംഗമാണ് ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യ ഉൽപ്പന്നം. സംഗ്രാമധീരൻ എന്ന ബിരുദം നേടിയ വേണാട് രാജാവ്. സംഗ്രാമധീരൻ എന്ന ബിരുദം നേടിയ വേണാട് രാജാവ് രവിവർമ്മ. രവിവർമ്മയാണ് സംഗ്രാമധീരൻ എന്ന ബിരുദം നേടിയ വേണാട് രാജാവ്. മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയ കാലഘട്ടം. മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയ കാലഘട്ടം നവീന ശിലായുഗം. നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയത്. ഫ്രാൻസിലെ രാജപക്ഷക്കാരെയെല്ലാം 1792 സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്ത സംഭവം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഫ്രാൻസിലെ രാജപക്ഷക്കാരെയെല്ലാം 1792 സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്ത സംഭവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സെപ്റ്റംബർ കൂട്ടക്കൊല. ഫ്രാൻസിലെ രാജപക്ഷക്കാരെയെല്ലാം 1792 സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്ത സംഭവം സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് ചെങ്ങറ ഭൂസമരം നടന്നത്. സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി. സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ അൽഡോസ്റ്റിറോൺ. അൽഡോസ്റ്റിറോൺ എന്ന ഹോർമോണാണ് ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണസ്ഥിരത. വീക്ഷണസ്ഥിരത എന്ന പ്രതിഭാസമാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം. മെല്ലിസൈ മന്നർ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ. മെല്ലിസൈ മന്നർ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ MS വിശ്വനാഥൻ.
MS വിശ്വനാഥനാണ് മെല്ലിസൈ മന്നർ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ. കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം. കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം മാരിനേഴ്സ് കോമ്പസ്. മാരിനേഴ്സ് കോമ്പസ് ആണ് കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശം. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശം രാജ്ഹാര കുന്നുകൾ. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്നത് രാജ്ഹാര കുന്നുകളിൽ നിന്നാണ്. ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി. മീനങ്ങാടി പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വനിത. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ. 1994 ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വനിതയാണ് ബാലാമണിയമ്മ. ലീലാതിലകം എന്ന മണിപ്രവാള കൃതിയിൽ പരാമർശിക്കുന്ന വേണാട് രാജാവ്. ലീലാതിലകം എന്ന മണിപ്രവാള കൃതിയിൽ പരാമർശിക്കുന്ന വേണാട് രാജാവ് ഉദയമാർത്താണ്ഡവർമ്മ. ഉദയമാർത്താണ്ഡവർമ്മയാണ് ലീലാതിലകം എന്ന മണിപ്രവാള കൃതിയിൽ പരാമർശിക്കുന്ന വേണാട് രാജാവ്. ആൽഫ്രഡ് വെഗ്നറുടെ സിദ്ധാന്തപ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡം. ആൽഫ്രഡ് വെഗ്നറുടെ സിദ്ധാന്തപ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡം പാൻജിയ. പാൻജിയ എന്ന ഭൂഖണ്ഡമാണ് ആൽഫ്രഡ് വെഗ്നറുടെ സിദ്ധാന്തപ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡം. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതുവരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതുവരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത് ഇൻകുബേഷൻ പീരീഡ്. ഇൻകുബേഷൻ പീരീഡ് എന്നാണ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതുവരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത്. മാതംഗലീല ഏത് മൃഗത്തെ സംബന്ധിച്ച ഗ്രന്ഥമാണ്? മാതംഗലീല ഏത് മൃഗത്തെ സംബന്ധിച്ച ഗ്രന്ഥമാണ്? ആന. ആനയെ സംബന്ധിച്ച ഗ്രന്ഥമാണ് മാതംഗലീല. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം ടിൻഡൽ പ്രഭാവം. ടിൻഡൽ പ്രഭാവമാണ് വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര്. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര് ക്രിപ്റ്റോജനിക് ഡിസീസസ്. ക്രിപ്റ്റോജനിക് ഡിസീസസ് എന്നതാണ് കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര്. ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം. ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ എന്നതാണ് ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇൻകുബേറ്ററിലെ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? ഇൻകുബേറ്ററിലെ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 99.5 മുതൽ 100.5 വരെ. 99.5 മുതൽ 100.5 വരെ ഫാരൻഹീറ്റ് ആണ് ഇൻകുബേറ്ററിലെ താപനില. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ്. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം
വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ് ഉദയമാർത്താണ്ഡൻ. 1314 മുതൽ 1344 വരെ വേണാട്ടിൽ അധികാരത്തിലിരുന്ന ഉദയമാർത്താണ്ഡനാണ് മരുമക്കത്തായ സമ്പ്രദായപ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ്. മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നെഫോസ്കോപ്പ്. നെഫോസ്കോപ്പാണ് മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പൊതിയിൽ മല ആസ്ഥാനമായി ഭരിച്ചിരുന്ന രാജവംശം. പൊതിയിൽ മല ആസ്ഥാനമായി ഭരിച്ചിരുന്ന രാജവംശം ആയ് രാജവംശം. ആയ് രാജവംശമാണ് പൊതിയിൽ മല ആസ്ഥാനമായി ഭരിച്ചിരുന്ന രാജവംശം. ചെടികൾ പുഷ്പിക്കാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണത്തിന് വിധേയമാക്കുന്ന രീതി. ചെടികൾ പുഷ്പിക്കാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണത്തിന് വിധേയമാക്കുന്ന രീതി വെർണലൈസേഷൻ. വെർണലൈസേഷൻ എന്ന രീതിയാണ് ചെടികൾ പുഷ്പിക്കാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണത്തിന് വിധേയമാക്കുന്ന രീതി. കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി ചിത്തിര മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയത്. കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി ചിത്തിര, റാണി മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയത് ജോസഫ് മുരിക്കൻ. ജോസഫ് മുരിക്കനാണ് കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി ചിത്തിര മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയത്. ആയ് രാജാക്കന്മാർ യാദവ വംശത്തിൽ പിറന്നവരാണ് എന്ന് പറയുന്ന ശാസനമേത്? ആയ് രാജാക്കന്മാർ യാദവ വംശത്തിൽ പിറന്നവരാണ് എന്ന് പറയുന്ന ശാസനം പാലിയം ശാസനം. പാലിയം ശാസനത്തിലാണ് ആയ് രാജാക്കന്മാർ യാദവ വംശത്തിൽ പിറന്നവരാണ് എന്ന് പറയുന്ന ശാസനം. കേരള ചരിത്രത്തിൽ മാഗോദൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം. കേരള ചരിത്രത്തിൽ മാഗോദൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം മഹോദയപുരം. മഹോദയപുരമാണ് കേരള ചരിത്രത്തിൽ മാഗോദൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം. പിതൃത്വ പരിശോധനാ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. പിതൃത്വ പരിശോധനാ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് DNA ടെസ്റ്റ്. DNA ടെസ്റ്റാണ് പിതൃത്വ പരിശോധനാ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ലോക സോറിയാസിസ് ദിനം. ലോക സോറിയാസിസ് ദിനം ഒക്ടോബർ 29. ഒക്ടോബർ 29-നാണ് ലോക സോറിയാസിസ് ദിനം. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡ്, സിനോ ആട്രിയൽ നോഡ്. SA നോഡ് അല്ലെങ്കിൽ സിനോ ആട്രിയൽ നോഡ് ആണ് ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ്. ഹൃദയത്തിൻ്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ് ബൈക്കസ്പിഡ് വാൽവ്. ബൈക്കസ്പിഡ് വാൽവാണ് ഹൃദയത്തിൻ്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ്. മാമ്പള്ളി ശാസനത്തിൽ പരാമർശിക്കുന്ന വേണാട് രാജാവ്. മാമ്പള്ളി ശാസനത്തിൽ പരാമർശിക്കുന്ന വേണാട് രാജാവ് ശ്രീ വല്ലഭൻ കോത. 1102 മുതൽ 1125 വരെ വേണാട് ഭരിച്ചിരുന്ന ശ്രീ വല്ലഭൻ കോത രാജാവാണ് മാമ്പള്ളി ശാസനത്തിൽ പരാമർശിക്കുന്ന വേണാട് രാജാവ്. പട്ടണം എന്ന കേരളത്തിലെ ഉത്ഖനന പ്രദേശം കേരളത്തിലെ ഏത് നദീതീരത്താണ്? പട്ടണം എന്ന കേരളത്തിലെ ഉത്ഖനന പ്രദേശം കേരളത്തിലെ ഏത് നദീതീരത്താണ്? പെരിയാർ. പട്ടണം എന്ന കേരളത്തിലെ ഉത്ഖനന പ്രദേശം കേരളത്തിലെ പെരിയാർ നദീതീരത്താണ്. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഏതെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം മൾട്ടിമീറ്റർ. മൾട്ടിമീറ്ററാണ് ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നായിരുന്നു? കോഴിക്കോട്. കോഴിക്കോട് നിന്നുമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്.
കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത്. പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത്. പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത് ഇടശ്ശേരി. ഇടശ്ശേരിയാണ് പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത്. കുടിയൊഴിക്കൽ എന്ന കവിത രചിച്ചത്. കുടിയൊഴിക്കൽ എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളി. വൈലോപ്പിള്ളിയാണ് കുടിയൊഴിക്കൽ എന്ന കവിത രചിച്ചത്. ലോക പരുത്തി ദിനം ആചരിക്കുന്നത് എന്നാണ്? ലോക പരുത്തി ദിനം ആചരിക്കുന്നത് ഒക്ടോബർ 7. ഒക്ടോബർ 7 ലോക പരുത്തി ദിനമായി ആചരിക്കുന്നത്. കൊങ്ങൻപട ഉത്സവം എന്നും അറിയപ്പെട്ടിരുന്ന കലാരൂപം. കൊങ്ങൻപട ഉത്സവം എന്നും അറിയപ്പെട്ടിരുന്ന കലാരൂപം പടയണി. പടയണിയാണ് കൊങ്ങൻപട ഉത്സവം എന്നും അറിയപ്പെട്ടിരുന്ന കലാരൂപം. തിരുക്കൊച്ചിയിലെ ഏക കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി. തിരുക്കൊച്ചിയിലെ ഏക കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയാണ് തിരുക്കൊച്ചിയിലെ ഏക കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് നിലവിൽ വന്ന വർഷം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം നിലവിൽ വന്ന വർഷം 2007. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് നിലവിൽ വന്നത്. കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? കഥകളി. കഥകളിയിലാണ് കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത്. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം എപ്പിഡമിയോളജി. എപ്പിഡമിയോളജി എന്നതാണ് പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം. കേരളത്തിലെ ആദ്യത്തെ സിദ്ധ മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ സിദ്ധ മെഡിക്കൽ കോളേജ് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ സിദ്ധ മെഡിക്കൽ കോളേജ്. എംഫിസീമ ബാധിക്കുന്ന അവയവം. എംഫിസീമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം. എംഫിസീമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത് എപ്പോഴാണ്? BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത് എപ്പോഴാണ്? ജനിച്ച ഉടൻ. കുഞ്ഞ് ജനിച്ച ഉടനാണ് BCG വാക്സിൻ നൽകുന്നത്. വിഷവസ്തുക്കളെക്കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പഠനം. വിഷവസ്തുക്കളെക്കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പഠനം ടോക്സിക്കോളജി. ടോക്സിക്കോളജിയാണ് വിഷവസ്തുക്കളെക്കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പഠനം അറിയപ്പെടുന്നത്. വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം. വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 60 വയസ്സ്. 60 വയസ്സാണ് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം. വൈസ്രോയി എന്ന നിലയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി. വൈസ്രോയി എന്ന നിലയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 വൈസ്രോയി എന്ന നിലയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി. ഗവർണർ ജനറൽ എന്ന നിലയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി. ഗവർണർ ജനറൽ എന്ന നിലയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി 1948 ജൂൺ 21. 1948 ജൂൺ 21 ഗവർണർ ജനറൽ എന്ന നിലയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി. നെല്ലിൻ്റെ ജന്മനാളായി കേരളത്തിൽ കൊണ്ടാടുന്ന ദിവസം. നെല്ലിൻ്റെ ജന്മനാളായി
കേരളത്തിൽ കൊണ്ടാടുന്ന ദിവസം? കന്നിമാസത്തിലെ മകം നാൾ. കന്നിമാസത്തിലെ മകം നാളാണ് നെല്ലിൻ്റെ ജന്മനാളായി കേരളത്തിൽ കൊണ്ടാടുന്ന ദിവസം. കോട്ടുക്കോണം ഏത് വിളയുടെ ഇനമാണ്? കോട്ടുക്കോണം ഏത് വിളയുടെ ഇനമാണ്? മാവ്. മാവിൻ്റെ ഒരിനമാണ് കോട്ടുക്കോണം. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം? G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം 1985. 1985 G8 എന്ന സംഘടന രൂപം കൊണ്ടത്. ഏത് ജില്ലയിലാണ് കഞ്ചിക്കോട്? ഏത് ജില്ലയിലാണ് കഞ്ചിക്കോട്? പാലക്കാട് ജില്ലയിലാണ് കഞ്ചിക്കോട്. പാലക്കാട് ജില്ലയിലാണ് കഞ്ചിക്കോട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല. എവിടെയാണ് ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്? എവിടെയാണ് ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്? ജമ്മു കശ്മീർ. ജമ്മു കശ്മീരിലാണ് ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ്? കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം. യുനെസ്കോ ലോക പൈതൃകമായി അംഗീകരിച്ച ഭീംബെത്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? യുനെസ്കോ ലോക പൈതൃകമായി അംഗീകരിച്ച ഭീംബെത്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ് യുനെസ്കോ ലോക പൈതൃകമായി അംഗീകരിച്ച ഭീംബെത്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. കേരള മുഖ്യമന്ത്രിമാരിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തി? കേരള മുഖ്യമന്ത്രിമാരിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തി സി അച്യുതമേനോൻ. സി അച്യുതമേനോനായിരുന്നു കേരള മുഖ്യമന്ത്രിമാരിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.